വണ്ടി കയറി വരാനുള്ള മെയിൻ ഗേറ്റ് വീടിൻ്റെ സൈഡ് പോർഷനിലായാണ്. ഇത് വീടിൻ്റെ പൂമുഖവാതിലിനെ ഫേസ് ചെയ്യുന്ന ഒരു പടിപ്പുരയാണ്. രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡോർ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഓപ്പണിംഗ്. അപ്പോൾ ശരിക്കും ഒരു പഴയ തറവാട്ട് വീട്ടിലേക്കൊക്കെ വന്ന് കയറുന്ന പ്രതീതിയാണ്. അതിൻ്റെ ഇരുവശത്തുമായി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. പ്രൗഢിയുള്ള മുഖമാണ് പാലക്കൽ വീടിൻ്റെ പ്രത്യേകത. സ്ലോപ്പ് റൂഫിലുള്ള ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ ഇത്രയും എടുപ്പോടെ നിൽക്കുന്ന വലിയ ഒരു സ്ലോപ്പ് വളരെ കുറച്ചേ കണ്ടിട്ടുണ്ടാവും. പഴയ ഒരു ഡച്ച് വീടിനെ അനുസ്മരിപ്പിക്കുന്നു ഈ വീട്. അത് പ്രധാനമായും സാധ്യമാകുന്നത് മുഖപ്പിലും ജനാലകളിലും കൊടുത്തിട്ടുള്ള ഡിസൈൻ ഡീറ്റെയിലിങ്ങിലൂടെയാണ്. അതുപോലെ വീടിൻ്റെ വെള്ള നിറം, ഓടിന് കൊടുത്തിട്ടുള്ള ഡീപ്പ് മെറൂൺ ഷെയ്ഡ്, അതുപോലെ വുഡിൻ്റെ നാച്ചുറൽ ഫിനിഷ്, ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന കോൺട്രാസ്റ്റ് അത് വീടിന് കൂടുതൽ മിഴിവേകും. വീടിനോളം തന്നെ പ്രാധാന്യം നൽകി ഡിസൈൻ ചെയ്ത ലാൻഡ്സ്കേപ്പാണ് ഇവിടത്തേത്. 35 സെൻറ്റുള്ള വലിയ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ അതിനുള്ള ഒരുപാട് ഓപ്ഷൻസുമുണ്ട്. മുന്നിൽ വിസിബിൾ ആയിട്ടുള്ള കൂടുതൽ ഭാഗവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേവിംഗ് ടൈൽ ഉപയോഗിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. ബാക്കിലേക്കുള്ള കുറച്ച് പോർഷൻസിൽ മെറ്റൽ ചിപ്സ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നു. മെയിൻ ഗേറ്റിൽ നിന്ന് കയറി വരുമ്പോഴുള്ള ഒരു പാർക്കിംഗ് സ്പേസ് കൂടാതെ സെപ്പറേറ്റായി 2 കാറുകൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു സെപ്പറേറ്റ് ഗറാജുമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഗസീബോ ആണ്. അതായത് കൽത്തൂണുകൾ അല്ലെങ്കിൽ കല്ലിൻ്റെ ഫിനിഷുള്ള 4 തൂണുകൾ വെച്ച് ഒരു മണ്ഡപം സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ആ കാണുന്നത്. അതിൻ്റെ താഴെ ഒരു ചെറിയ വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കൂടി ഒരു വുഡൻ ബ്രിഡ്ജും ഒക്കെ കൊടുത്ത് മനോഹരമായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പേസ്.